ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് ഹിസ്റ്ററിയുടെ സെക്കൻഡ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ PDF ആയിട്ടാണ് നോട്ട്സ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ബ്ലോക്ക് 2 5ാമത്തെ യൂണിറ്റ് രാജ, ബ്രാഹ്മണ ആൻഡ് വിഷ് ആണ്. രാജ, ബ്രാഹ്മണ ആൻഡ് വിഷ്. അതിലാദ്യം നമ്മൾ ഇവരുടെ മെറ്റീരിയൽ ലൈഫിനെ കുറിച്ചാണ്, ഭൗതിക സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇരുമ്പ് സാങ്കേതികവിദ്യയുടെ ഉത്ഭവം പിൽക്കാല വേദകാലഘട്ടത്തിലെ ഭൗതിക ജീവിതത്തിൽ കാര്യമായ വികസനം കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രാഞ്ചി, ഖേര, നോഹ് തുടങ്ങിയ ഉത്തർപ്രദേശിലെ സൈറ്റുകളിൽ നടത്തിയ ഉത്ഖനനങ്ങൾ ധാരാളം ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് സൂചന നൽകുന്നുണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം പ്രതിരോധ ആവശ്യത്തിന് ഉപയോഗിച്ചതായിരിക്കാമെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നതെന്ന്, അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രധാന വരുമാനം കൃഷി തന്നെയായിരുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തലുകളാണ് അതിൽ മനസ്സിലാകുന്നത്. പിൽക്കാല വേദകാലഘട്ടത്തിലെ ജനങ്ങൾ സ്ഥിരവാസം ആരംഭിക്കുകയും മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും വ്യാപകമായ തോതിൽ കൃഷി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ് DN ഝാ സൂചിപ്പിക്കുന്നത്. പ്രാഥമിക ഉപജീവന മാർഗം കൃഷിയും സെക്കൻഡറി മാർഗമായിട്ട് കന്നുകാലി പരിപാലനവുമാണ് അവർ കണ്ടിരുന്നത്. നിലം ഉഴുതുമറിച്ചതിന് ശേഷമാണ് കൃഷി നടത്തിയിരുന്നത്. അപ്പോൾ ആ ഉഴുതുമറിച്ചതിനെക്കുറിച്ചുള്ള തെളിവുകൾ അക്കാലത്തേതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മരവും ചെമ്പും കൊണ്ടാണ് കലപ്പ നിർമ്മിച്ചിരുന്നത്. ഇരുമ്പ് കലപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നതിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അഥർവേദം, അതുപോലെ ശതപഥ ബ്രാഹ്മണം, തൈത്തീര്യ സംഹിത എന്നിവയിൽ നിന്നുള്ള ഗ്രന്ഥ തെളിവുകൾ കാളകളെ ഉപയോഗിച്ച് നിലമുഴുതു മറിച്ചതായിട്ട് സൂചന നൽകുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണത്തിൽ ഉഴവു ചടങ്ങുകളെ അതായത് ചടങ്ങായിട്ട് കാണുകയും ആ ചടങ്ങുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. ഐതിഹ്യമനുസരിച്ച് വിദേഹയിലെ രാജാവായ ജനകന് ഉഴുതൽ നടത്തുന്ന പ്രക്രിയയിൽ ആളുകളെ സഹായിച്ചിരുന്നു എന്ന് പറയാം. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്, രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ കൈവേല ചെയ്യാൻ മടിയില്ലാത്തവരായിരുന്നു എന്നൊരു സൂചന കൂടി അത് നൽകുന്നുണ്ട്. അപ്പോൾ ഈ 3 പ്രധാന ധാന്യങ്ങളാണ് അവർ കൃഷി ചെയ്തിരുന്നത്: ഗോതമ്പ്, ബാർലി, അരി. ഇത് 3മാണ് പിൽക്കാല വേദകാലഘട്ടത്തിലെ പ്രധാന ധാന്യങ്ങൾ, കൃഷി ചെയ്തിരുന്ന പ്രധാന ധാന്യങ്ങൾ. അതിൻ്റെ വ്യക്തമായ തെളിവുകളും അവരുടെ വേദ സാഹിത്യകൃതികളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അസ്തിനപുരിയിൽ നിന്ന് അരിയുടെ അവശിഷ്ടങ്ങളാണ് ആദ്യമായിട്ട് ലഭിച്ചത്. അസ്തിനപുരിയിൽ നിന്നാണ് നെൽകൃഷി അത് സാധൂകരിക്കുന്നത്. അതായത് നെൽകൃഷി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അസ്തിനപുരിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിയുടെ അവശിഷ്ടങ്ങൾ. ബീൻസ്, എള്ള് എന്നിവയും ഇവർക്ക് അറിയാവുന്ന ഒറ്റ വസ്തുക്കളായിരുന്നു. കാർഷിക ജോലിയോടൊപ്പം തന്നെ അവർ കാലിമേക്കലിനും അല്ലെങ്കിൽ കാലിമേക്കലും ഒരു തൊഴിലായി കണ്ട് അത് ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിരുന്നു. ശതപഥ ബ്രാഹ്മണം കൃഷിയുടെ 4 പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് തെളിവ് നൽകുന്നുണ്ട്. ഒന്ന് ഉഴവാണ്, അതായത് ഉഴുതുമറിക്കലാണ്. രണ്ടാമത്തത് വിത്ത് വിതയ്ക്കലാണ്, ഉഴുത് മറിച്ചതിന് ശേഷമുള്ള വിത്ത് വിതയ്ക്കലാണ്. മൂന്നാമത്തത് വിളവെടുപ്പാണ്, വിത്ത് വിതച്ചാൽ പിന്നെ വിളവെടുപ്പ്. അപ്പോൾ നാലാമത്തെ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും മെതിക്കലാണ്, മെതി നടത്തുക എന്നുള്ളതാണ്. ഇത് 4 പ്രധാന ഘട്ടങ്ങളായിട്ട് അറിയപ്പെടുന്നത്. തൈത്രേയ സംഹിതയിൽ വ്യത്യസ്ത കാലാവസ്ഥയെക്കുറിച്ചും ആ കാലാവസ്ഥകളിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ, വൺ വേർഡായിട്ട്. ഈ ഗ്രന്ഥമനുസരിച്ച്, അതായത് തൈത്രേയ ഗ്രന്ഥമനുസരിച്ച് ബാർലി ശൈത്യകാലത്ത് വിതയ്ക്കുകയും വേനൽക്കാലത്ത് വിളവെടുക്കുകയും ചെയ്തു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ സ്വകാര്യ ഉടമസ്ഥത എന്ന ആശയം ഇക്കാലത്ത് ക്രമേണ വികസിച്ചു വരാൻ തുടങ്ങി. പിന്നീടുള്ള കാലഘട്ടത്തിൽ വംശങ്ങളുടെ തകർച്ച, ഭൂമിയുടെ കുടുംബങ്ങളുടെയൊക്കെ ഘട്ടത്തിൽ നല്ലൊരു ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്നതിന് കാലഘട്ടം ഇടവരുത്തിയിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ് ആണ്. അവരുടെ കരകൗശലവും കലയെയും കുറിച്ചാണ്. ഇവർ ഇടയ ജീവിതത്തിൽ നിന്ന് കാർഷിക ജീവിതത്തിലേക്കുള്ള മാറ്റം ഇവരുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ധാരാളം തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റത്തോടു കൂടി അനേകം പുതിയ കലകളുടെയും കരകൗശല പ്രക്രിയകളുടെയൊക്കെ പ്രോത്സാഹനത്തിനത് കാരണമായി. പിൽക്കാല വേദ സാഹിത്യങ്ങളിൽ കാണുന്ന പ്രധാന കരകൗശല പ്രവർത്തനങ്ങളാണ് ഉരുക്കൽ, അതുപോലെ ഈ ചെമ്പൊക്കെ ഉരുക്കിയെടുക്കുക, മരപ്പണി, നെയ്ത്ത്, തുകൽപ്പണി, ആഭരണ നിർമ്മാണം, ഡൈയിങ്, മൺപാത്ര നിർമ്മാണം മുതലായവ. ജനവാസയോഗ്യമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നാണ് ഇതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടുള്ളത്. പിന്നെ അതുപോലെ വാചസ്പനേയി സംഹിതയിൽ പുരുഷ
പുരുഷമേധ യാഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ യാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ 19 കരകൗശല വിദഗ്ധരെയും പ്രൊഫഷണലുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരകൗശല വസ്തുക്കളുടെ പ്രത്യേകതയും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. 4 തരം മൺപാത്രങ്ങൾ പിൽക്കാല വേദകാല ജനതയ്ക്ക് പരിചയമുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച BRW, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, മറ്റൊന്ന് ബ്ലാക്ക് സ്ലിപ്ഡ്, മൂന്നാമത്തത് PGW പെയിൻറ്റഡ് ഗ്രേ വെയർ, പിന്നെ മറ്റൊന്ന് റെഡ് വെയർ ആണ്. ഇങ്ങനെ നാല് തരം മൺപാത്രങ്ങളെക്കുറിച്ച് അവർക്കറിയാം. അതിൽ റെഡ് വെയർ മൺപാത്രങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രചാരമുള്ളതായിട്ട് അറിയപ്പെടുന്നത്. കലയ്ക്കും കരകൗശലത്തിനും ഒപ്പം പിൽക്കാല വേദഗ്രന്ഥം കടലും അതുപോലെ തന്നെ കടൽ യാത്രകൾക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ഇത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പുരോഗതിയെയും അടിസ്ഥാന വാണിജ്യത്തിൻ്റെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വൈശ്യരായിരിക്കാം ഉൾപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ചരിത്രകാരന്മാരുടെ ധാരണ. ശതപഥ ബ്രാഹ്മണത്തിലാണ് പണം കടം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണുന്നത്. പണം കടം കൊടുക്കുന്നയാളെ ഈ ഗ്രന്ഥത്തിൽ കുസിദ്ദീൻ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ പണം ഉപയോഗിച്ചതിന് തെളിവുകളൊന്നും ഒട്ടും ലഭ്യമായിട്ടില്ല താനും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ നിഷ്ക എന്ന പദത്തിന് ചിലപ്പോൾ നാണയം എന്ന അർത്ഥമായിരിക്കാം ഉണ്ടാവുക എന്നാണ് റോമില താപ്പർ പറയുന്നത്. നിഷ്ക എന്നത് സ്വർണം ഉപയോഗിച്ചുള്ള മൂല്യത്തിൻ്റെ അളവായിരിക്കാമെന്ന് അങ്ങനെയും ഒരു ധാരണ ഉണ്ട്. രണ്ട് അഭിപ്രായത്തിൽ അത് വരുന്നുണ്ട് നിഷ്ക. അതുപോലെ തന്നെ കാർഷിക കരകൗശല പ്രവർത്തനങ്ങളുടെ വർധനവോടെ ഇടയ അർദ്ധ നാടോടി ഉപജീവന മാർഗ്ഗങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു. ഏത് കാലഘട്ടത്തിൽ? പിൽക്കാല വേദ കാലഘട്ടത്തിൽ. ആളുകൾ മണ്ണിഷ്ടികകൾ കൊണ്ട് മികച്ച വീടുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വാൾട്ടൺ ഡാബ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ചുമരുകളും കെട്ടിടങ്ങളും ഉള്ള വീടുകൾ, അത്തരത്തിലുള്ള വീടുകളിലും ആ കാലത്ത് താമസിച്ചിട്ടുണ്ടായിരിക്കാമെന്നാണ് RS ശർമ്മ സൂചിപ്പിക്കുന്നത്. രാജനും പുരോഹിതന്മാർക്കും സ്വന്തം ആവശ്യത്തിനുള്ളത് ജനങ്ങളാണ് കൃഷി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതായത് കർഷകരുടെ ആവശ്യത്തിനുള്ളതും അവർ തന്നെ, അതായത് കൃഷിപ്പണി ചെയ്യാനായിട്ട് പ്രത്യേക വിഭാഗം അവർ ആ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ചെയ്തിരുന്നത്. പട്ടണങ്ങൾ നഗര എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പട്ടണങ്ങളെ നഗര എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. പിൽക്കാല വേദകാലഘട്ടത്തിലെ നഗരവൽക്കരണത്തിൻ്റെ തുടക്കമായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. അവർ കണ്ടെത്തിയ പ്രാചീന നഗരങ്ങളായിരുന്നു മീററ്റിലെ ഹസ്തിനപുരയും അതുപോലെ അലഹാബാദിലെ കൗസാംബി എടാ. അതുകൊണ്ട് ശർമ്മയും ചായും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ അന്ത്യത്തിലാണ് നഗരവൽക്കരണം ഉണ്ടായതെന്ന്. അപ്പോൾ തുടക്കത്തിലെ തെളിവുകളിലൊന്നും അതിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല. അപ്പോൾ പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ അവസാനം ആയപ്പോഴേക്കാണ് നഗരവൽക്കരണത്തിന് തുടക്കം കുറിച്ചതെന്നാണ് ചായും അതുപോലെ തന്നെ RS ശർമ്മയും പറയുന്നത്. ഇനി അവരുടെ ടെറിട്ടോറിയൽ ഐഡൻറ്റിറ്റിയാണ്. ഈ കാലഘട്ടത്തിലെ സാമൂഹിക ഭൗതികവുമായ മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്. രാജ്യത്വത്തിൻ്റെ അനുഭവത്തിലും ഇക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ വളർച്ചയോടെ ആദ്യകാല ഗോത്ര വ്യവസ്ഥ തകർന്നു. അവ പ്രാദേശിക യൂണിറ്റുകളായി തിരിച്ചറിയപ്പെട്ടു. ആദ്യത്തെ ഗോത്ര ഭരണ വിഭാഗങ്ങൾ. രാജാക്കന്മാർ നാടോടികളെയല്ല, ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് അവർ ഭരിക്കാൻ തുടങ്ങിയത്. ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ രാജ്യത്വത്തെ കുലങ്ങളുടെ വിശ്വെന്ന് വിളിക്കുന്ന കുലങ്ങളുടെ ക്രമാനുഗതമായ വളർച്ചയ്ക്ക് കാരണമായി. അഥർവവേദം രാഷ്ട്രം എന്ന വാക്ക് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ചാ അഭിപ്രായപ്പെടുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലാണ് പ്രദേശം എന്ന ആശയം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നും അവർ ഊഹിക്കുന്നു. വിശാലമായ രാജ്യങ്ങളുടെ രൂപീകരണം ഭരണാധികാരികളുടെ അധികാരം വർദ്ധിപ്പിക്കുകയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന 10 ഭരണാധികാരികളെ പരാമർശിക്കുന്നുണ്ട്. ദശപുരുഷ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദശപുരുഷ രാജ്യം എന്ന് പരാമർശിക്കുന്നതിലൂടെ രാജ്യത്വത്തിൻ്റെ പ്രാദേശിക സങ്കല്പം സാധൂകരിക്കാനുള്ളൊരു ശ്രമവും ചരിത്രകാരന്മാർ നടത്തുന്നുണ്ട്. ഈ ഭരണസമിതി അദ്ദേഹം പ്രാദേശിക രാജവാഴ്ചയായിട്ടാണ് അംഗീകരിച്ചിരുന്നത്. ഋഗ്വേദ കാലഘട്ടത്തിലെ ഗോത്രാധികാരം മാറി പകരം പ്രാദേശിക അധികാരം ഈ കാലഘട്ടത്തിൽ നിലവിൽ വന്നു. പിൽക്കാല വേദ കാലഘട്ടത്തിൽ ഒരു രാജവാഴ്ച അനുഭവപ്പെട്ടിരുന്നില്ല എങ്കിലും അതിനെ ഒരു പ്രോട്ടോ സ്റ്റേറ്റ് എന്ന് വിളിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. RS ശർമ്മ അഭിപ്രായപ്പെടുന്നു. ഇനി നോഷൻ ഓഫ് കിങ്ഷിപ്പാണ്. കിങ്ഷിപ്പ് രാജ്യത്വത്തെക്കുറിച്ചുള്ള ആശയം. കിങ്ഷിപ്പ് അല്ല, കിങ്ഷിപ്പാണ് കേട്ടോ. കിങ്ഷിപ്പ് പറഞ്ഞാൽ ബന്ധുത്വം, കിങ്ഷിപ്പ് പറഞ്ഞാൽ രാജ്യത്വത്തെക്കുറിച്ചുള്ള ആശയമാണ്. സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ മേഖലകളിലെ വികസനം പിൽക്കാല വേദ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ഘട്ടങ്ങളിൽ വളരെ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യവേദ കാലഘട്ടത്തിലെ ഇടയ സമൂഹം ഈ പിൽക്കാല വൈദിക കാലഘട്ടത്തിൽ കാർഷിക സമൂഹമായിട്ട് മാറി.
ഇതിനെ തുടർന്ന് രാഷ്ട്രീയ സംഘാടനത്തിനും മറ്റും മാറ്റം വന്നു. ആദ്യകാല വേദത്തിലെ ഗോത്രത്തലവനായ ഗോപതി മാറിയിട്ട് പിൽക്കാല വേദ കാലഘട്ടത്തിൽ അത് ഭൂപതിയായി മാറി. ഗോപതി മാറിയിട്ട് ഭൂപതി, അതായത് ആദ്യം അവർ പശുക്കൾക്കുള്ള പ്രാധാന്യം, പിന്നെ ഭൂമിക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഭൂപതിയായിട്ട് മാറി. ഇത് കാർഷിക സമൂഹത്തിലെ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതോടെ പശുക്കൾക്ക് പകരം ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളും അവരുടെ ഇടയിൽ തുടങ്ങി. രാജാവ് ക്രമേണ അധികാരം നേടുകയും രാജാധികാരം പരമ്പരാഗതമാക്കി മാറ്റുകയും ചെയ്തു. മൂത്ത മകനായിരുന്നു പലപ്പോഴും അധികാരം കൈമാറിയിരുന്നത്. തെരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമായ രാജപദവി എന്നൊരാശയം അതോടുകൂടി അവസാനിച്ചു. അങ്ങനെയായിരുന്നല്ലേ, ഗോത്രങ്ങളുടെ ഇടയിൽ നിന്ന് ഗോത്രത്തലവന്മാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കലായിരുന്നു. അത് മാറിയിട്ട് രാജ്യത്വം പരമ്പരാഗതമായ അധികാരമായിട്ട് മാറി. അതോടെ രാജഭരണം എന്തായി, പാരമ്പര്യ വ്യവസ്ഥിതിയായിട്ട് അങ്ങോട്ട് ഒരു സ്ഥാപനമായിട്ട് അങ്ങോട്ട് നിലവിൽ വന്നു. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് രാജാക്കന്മാർ ആശയപരമായ പിന്തുണ ബ്രാഹ്മണരിൽ നിന്നാണ് നേടിയത്. ബ്രാഹ്മണരുടെ സംരക്ഷകരായാണ് രാജാവ് സങ്കല്പിക്കപ്പെട്ടിരുന്നതെന്നാണ് താപ്പർ അഭിപ്രായപ്പെടുന്നത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായം ഈ ബ്രാഹ്മണരെ വിപുലമായ ആചാരങ്ങളിലൂടെ രാജയുടെ അധികാരം നിയമവിധേയമാക്കിയെന്നാണ്. ഈ ആചാരങ്ങൾ ദൈവിക ഗുണങ്ങളുള്ള രാജാവിനെയാണ് ആരോപിക്കപ്പെടുന്നത്. പിൽക്കാല ഗ്രന്ഥങ്ങൾ പുതിയ രാജകീയ യാഗങ്ങളെയും നിർദ്ദേശങ്ങളുടെയും തെളിവുകൾ നൽകുന്നുണ്ട്. രാജസൂയം, അശ്വമേധം, വാജപേയം തുടങ്ങിയ യാഗങ്ങൾ അനുഷ്ഠിച്ചതോടെ രാജാവിൻ്റെ അധികാരം വർദ്ധിച്ചു എന്ന് പറയപ്പെടുന്നു. രാജയെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നതെന്നാണ്. അത് എന്നിട്ട് അവസാനം രാജയെ ദൈവം നിശ്ചയിച്ച പ്രകാരം അംഗീകരിക്കപ്പെട്ടു എന്ന് അങ്ങനെയാണ് റോമില താപ്പർ അഭിപ്രായപ്പെടുന്നത്. അത് ആ യാഗങ്ങളൊക്കെ നടത്തുന്നതിലൂടെ ദൈവം നിയോഗിക്കപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ട് രാജാവിനെ അവർ മാറ്റിസ്ഥാപിക്കുകയാണ്. രാജസൂയ ഭരണാധികാരിയുടെ കിരീടധാരണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് പറയുന്നത്. അശ്വമേധം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. 4 ഉദ്യോഗസ്ഥർ, രാജാവിൻ്റെ 4 ഭാര്യമാർ, അവരുടെ 400 പരിചാരകരൊക്കെ അതിൽ പങ്കെടുത്തു. ഇതിൽ അശ്വമേധത്തിൽ ഈ ചടങ്ങ് പ്രകാരം പ്രത്യേകം പ്രതിഷ്ഠിച്ചൊരു കുതിരയെ 1 വർഷത്തേക്ക് സ്വതന്ത്രമായിട്ട് വിടും. എന്നാൽ രാജാവ് അതിനെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, അതിനെ നിയന്ത്രണത്തിലാക്കണം. രാജാവ് കുതിരയെ എന്നിട്ട് തലസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും. ആ വാജപേയ യാഗം എന്ന് പറയുന്നതോ അത് 17 ദിവസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആചാരമാണ്. ഭരണാധികാരിയെ രാജയിൽ നിന്ന് സാമ്രാട്ടായി ഉയർത്തുകയും ചെയ്തു. രാജ എന്ന പദവി ഇട്ടിട്ട് സാമ്രാട്ടാക്കി മാറ്റി. ഇത് നിരവധി രാജാക്കന്മാരെ നിയന്ത്രിക്കാൻ അനുവദിച്ചു. ഇനി അക്കാലഘട്ടത്തിലെ അസംബ്ലികളെക്കുറിച്ച് നമ്മൾ ഋഗ്വേദ കാലഘട്ടത്തിൽ സഭാ, സമിതി, വിധാത, പരിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചില്ലേ. അതേപോലെയുള്ള അസംബ്ലികൾ ഈ കാലത്ത് പിൽക്കാല വേദകാലഘട്ടത്തിൽ രാജകീയ ശക്തി വർദ്ധിച്ചപ്പോൾ എന്തായി, അവയുടെ പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടു. വിധാത പൂർണ്ണമായിട്ടില്ലാതെയായി. സഭയും സമിതിയും നിലവിലുണ്ടെങ്കിലും അവയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. സഭ ഒരു ഉപദേശക സമിതിയായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയും. അതിൽ രാജയാണ് അന്തിമ അധികാരി എന്നാണ് താപ്പറുടെ അഭിപ്രായം. യോദ്ധാക്കളും ബ്രാഹ്മണരും സഭയിൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് അവർ പറയുന്നു. രണബീർ ചക്രവർത്തിയുടെ അഭിപ്രായത്തിൽ സഭ ഒരു വിനോദ സ്ഥലമായിരുന്നു എന്നും അതിൽ സമിതി ഭരണാധികാരികളും പൊതുജനങ്ങളും പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു. സമിതി യുദ്ധവും രാഷ്ട്രീയ വശങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സമിതിയായിരുന്നു അല്ലെങ്കിൽ ഒരു അസംബ്ലി ആയിരുന്നു എന്നാണ് രണബീർ ചക്രവർത്തി പറയുന്നത്. അസംബ്ലിയുടെ സ്വഭാവം കാലക്രമേണ മാറി. സഭയിലെ സമിതിയിലെ മീറ്റിങ്ങുകൾക്ക് മേധാവികളും ധനികരും മാത്രം പങ്കെടുക്കുന്നൊരവസ്ഥ ഉണ്ടായി. അതായത് ഭരണമേധാവികളും അതായത് ചക്രവർത്തിമാരും ധനികരും മാത്രം പങ്കെടുക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഈ മീറ്റിങ്ങുകൾ സ്ത്രീകളെ ഒരിക്കലും പിൽക്കാല വേദകാലഘട്ടത്തിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. എന്നാൽ വേദകാലഘട്ടത്തിൽ സ്ത്രീകൾ പങ്കെടുത്ത മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഇനി രത്തിനൻസ് എന്ന് പറയും. ഭരണാധികാരിയുടെ അടുത്ത സഹകാരിയാളായിരുന്നു രത്തിനൻസ് എന്ന് പറയുന്നത്. സമ്മാനം സ്വീകരിക്കുന്നവരെന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. പിൽക്കാല വേദകാലഘട്ടത്തിലെ 12 രത്തിനൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് വന്ന കാലഘട്ടത്തിലെ മന്ത്രിമാരുടെ മുൻഗാമികളായിരുന്നു ഈ രത്തിനനുകൾ എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി പ്രസ്റ്റേഷൻ ആൻഡ് ടാക്സേഷൻ, അതായത് നികുതി അല്ലെങ്കിൽ സാമ്രാജ്യത്തിലേക്ക് വരുമാനം വന്നിരുന്ന രീതി. സ്ഥിരവാസവും കൃഷിയും മതിയായ മിച്ചോൽപാദനവും ഉണ്ടായപ്പോൾ എന്തായി, രാജാവ് അധിക വരുമാനം സ്വമേധയാ സമ്മാനമായിട്ട് അല്ലെങ്കിൽ വിഷ് എന്ന പേരിൽ വിളിക്കുന്ന ജനങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ തുടങ്ങി. പിൽക്കാല വേദസാഹിത്യത്തിൽ ബലി, ഭാഗ, സുൽക്ക തുടങ്ങിയ പദങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഈ പദങ്ങൾ രാജാവിന് ലഭ്യമായ വിവിധ നികുതി ഇനങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു. ഇതിൽ ബലി മുഖ്യേന സ്വമേധയാ കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ബലിയുടെ നിരക്ക് എവിടെയും എന്ത് ചെയ്തിട്ടില്ല, അതായത് എത്ര കൊടുക്കണം എന്നുള്ളത് എവിടെയും പറഞ്ഞിരുന്നില്ല. ധാന്യങ്ങളുടെ രൂപത്തിലും കന്നുകാലികളുടെ രൂപത്തിലുമൊക്കെയാണ് നികുതി അടച്ചിരുന്നത്. എന്നാൽ റവന്യൂ പിരിവ് കൃത്യമായിട്ട് നടന്നിട്ടുമില്ല.
ബാഗദുഗ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. ആരാണ്? ബാഗദുഗ. കേട്ടോ. ഉൽപ്പന്നത്തിൻ്റെ രാജകീയ വിഹിതം അദ്ദേഹം ശേഖരിച്ചു. എന്നിട്ട് സമാഹരിച്ച നികുതി രാജകീയ ട്രഷറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്ന സംഗ്രഹിത്രി, ആരാണ്? സംഗ്രഹിത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അതാണ് നികുതി പിരിവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹിക സംഘടന. അതിൽ വർണ്ണവ്യവസ്ഥയാണ് മെയിനായിട്ട് കേട്ടോ. സാമൂഹ്യ സംഘടനത്തിൽ വർണ്ണവ്യവസ്ഥയാണ് ഒക്കെ രണബീർ ചക്രവർത്തി വാദിക്കുന്നത്. പിൽക്കാല വേദഗ്രന്ഥം ലളിതമായ സമൂഹത്തിൽ നിന്ന് ശക്തമായ സങ്കീർണതകളുള്ള കൂടുതൽ എന്താ പറയുക പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ സംഘടനയിലേക്കുള്ള മാറ്റമാണ് പ്രദാനം ചെയ്യുന്നതാണ്. കാർഷിക ചുറ്റുപാടുകളാണ് ഈ മാറ്റങ്ങൾക്ക് കാരണമായത്. പിൽക്കാല വേദഗ്രന്ഥം പൂർണ്ണമായിട്ടും വർണ്ണ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയിരുന്നത്. പിൽക്കാല വേദ സമൂഹം 4 വർണ്ണങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത്. ബ്രാഹ്മണർ, രാജന്യകൾ അഥവാ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിൽ ഈ 4 വർണ്ണങ്ങളെക്കുറിച്ചുള്ള തെളിവുകളുമുണ്ട്. ബ്രാഹ്മണർ വായിൽ നിന്നും, ക്ഷത്രിയർ കൈകളിൽ നിന്നും, അതുപോലെ വൈശ്യർ തുടകളിൽ നിന്നും, ശൂദ്രർ പുരുഷൻ്റെ പാദങ്ങളിൽ നിന്നും ജനിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തിന് ആ രീതിയിൽ പുരുഷ എന്ന് പറയുന്ന ദൈവത്തെ അന്ന് ജനിച്ചു എന്നാണ് കണക്കാക്കുന്നത്. തങ്ങളുടെ സ്ഥാനം നിയമവിധേയമാക്കാൻ തങ്ങളുടെ രക്ഷാധികാരികളെ, അതായത് ക്ഷത്രിയരെ സഹായിക്കാൻ ബ്രാഹ്മണർ സാമൂഹികവും രാഷ്ട്രീയവുമായ പദവികൾ അവകാശപ്പെട്ടു. ബ്രാഹ്മണർ ആചാരങ്ങൾ, യാഗങ്ങൾ, ഉത്സവങ്ങൾ എന്നിവ നടത്തി. യുദ്ധങ്ങളിൽ തങ്ങളുടെ രക്ഷാധികാരികളുടെ വിജയത്തിന് വേണ്ടി അവർ പ്രാർത്ഥനകളും അതുപോലെ തന്നെ അവരുടെ സേവനങ്ങൾക്ക് പകരമായി രാജാവ് സംരക്ഷണവും അതുപോലെ തന്നെ നികുതി ഒഴിവാക്കലും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവർക്കും തിരിച്ചും ചെയ്തു കൊടുത്തു. ഋഗ്വേദ കാലഘട്ടത്തിലെ രാജന്യത്തിൽ നിന്ന് കുറച്ചുകൂടി പരിണമിച്ച 2ാമത്തെ പ്രധാന വർണ്ണമായിരുന്നു ക്ഷത്രിയർ. ക്ഷത്രിയർ യോദ്ധാക്കളാണ്. ബ്രാഹ്മണർ നമ്മൾ പറഞ്ഞല്ലോ ആരാണ്? ഈ യാഗങ്ങൾ അങ്ങനെയുള്ള ആചാരപരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ക്ഷത്രിയർ യോദ്ധാക്കളായിരുന്നു. അവരെ സംരക്ഷകരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഭരണാധികാരികൾ പലപ്പോഴും ക്ഷത്രിയരിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്. രാജന്യ വിഭാഗത്തിൽപ്പെട്ട രാജകുമാരൻ മറ്റെല്ലാ വർണ്ണങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചു. രാജാവും ബ്രാഹ്മണരും തമ്മിലുള്ള ബന്ധം ഉപജീവനം തേടുന്നവനും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നവനും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്നാണ് ഐത്രേയ ബ്രാഹ്മണത്തിൽ സൂചിപ്പിക്കുന്നത്. വ്യാപാരികൾ, കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സാധാരണ ജനങ്ങൾ എന്നിവരായിരുന്നു വൈശ്യ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. വൈശ്യർ യഥാർത്ഥ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗമാണ്. ശൂദ്രർ തൊഴിലാളി വിഭാഗങ്ങളാണെന്നും ശർമ്മ രേഖപ്പെടുത്തുന്നു. താഴ്ന്ന വർണ്ണങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉയർന്ന വർണ്ണം വരുമാനം വേർതിരിക്കുന്നതായി ശർമ്മ കരുതുന്നുണ്ട്. വൈശ്യരെ ബലി നൽകി ശൂദ്രർക്ക് അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ അധ്വാനം നൽകേണ്ടി വന്നു. ബ്രാഹ്മണരും ക്ഷത്രിയരും യഥാർത്ഥ ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ നിന്ന് ഏർപ്പെടാതെ വേറിട്ട് നിന്നു. ഉൽപ്പാദനത്തിൻ്റെ ഫലം മാത്രം ഈ 2 വിഭാഗവും ആസ്വദിച്ചു. അതുകൊണ്ട് വൈശ്യർ നികുതിദായ വർഗം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈവഴിയാകുന്ന വിഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നെ മറ്റുയർന്ന 3 വിഭാഗങ്ങളെയും സേവിക്കുന്ന ജോലിയാണ് ആർക്കുണ്ടായിരുന്നത്? ശൂദ്രർ എന്ന 4ാമത്തെ വർണ്ണത്തിന് ഉണ്ടായിരുന്നത്. ഇനി അവരുടെ മതവിശ്വാസങ്ങളെക്കുറിച്ചാണ്, റിലീജിയനെക്കുറിച്ചാണ്. രാജകീയ ശക്തിയുടെ വളർച്ചയോടെ ഈ കാലഘട്ടം ത്യാഗപരമായ ആരാധനയിൽ കാര്യമായ വികസനത്തിന് സാക്ഷ്യം വഹിച്ചു. പിൽക്കാല വേദഗ്രന്ഥം യാഗങ്ങൾ നടത്തുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും അറിയിച്ചിട്ടുണ്ട്. വാജപേയം, രാജസൂയം, അശ്വമേധം എന്നിവ സാധാരണ യാഗങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിൽക്കാല വേദ കാലഘട്ടത്തിൽ ഈ ആചാരങ്ങളെ സങ്കീർണതകൾ ഉള്ള ചടങ്ങുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഋഗ്വേദകാലത്തെ പ്രധാന ദൈവങ്ങളായ ഇന്ദ്രനും അഗ്നിക്കൊക്കെ അവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. പകരം സൃഷ്ടാവായ പ്രജാപതി പ്രമുഖനായിത്തീർന്നു. ഋഗ്വേദ കാലഘട്ടത്തിലെ ചിലവേറിയ ദൈവങ്ങളും ചില ചെറിയ ദൈവങ്ങളും ഒക്കെ ഇല്ലാതെയായി. പക്ഷേ ചില ദൈവങ്ങൾക്ക് ആ കാലഘട്ടത്തിലേതിന് ശക്തി വർദ്ധിക്കുകയും അല്ലെങ്കിൽ അവർ പ്രമുഖരായിട്ട് തീരുകയും ചെയ്തു. മൃഗങ്ങളുടെയും ജനങ്ങളുടെയും എന്താ പറയുക സംരക്ഷകനായിട്ട്, ജനങ്ങളുടെ സംരക്ഷണമായിട്ട് കണക്കാക്കിയിരുന്നത് വിഷ്ണുവിനെയാണ്. കൂടാതെ പിൽക്കാല വേദകാലക്കാർ പ്രതീകാത്മകമായ വസ്തുക്കളെ ആരാധിക്കാനും തുടങ്ങി. 4 വർണ്ണങ്ങൾക്ക് അവരുടേതായ ദേവതകളും ഉണ്ടായിരുന്നു. കന്നുകാലികളെ പരിപാലിക്കുന്നത് പൂഷൻ എന്ന അവരെ ശൂദ്രരുടെ ദേവനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിൽക്കാല വേദകാലഘട്ടത്തിൽ ആരാധന രീതികളും മാറ്റമുണ്ടായി. പ്രാർത്ഥനകളൊക്കെ വായിച്ചു തുടങ്ങി. പക്ഷെ അത് സാധാരണ രീതി ആയിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ത്യാഗങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടി. ത്യാഗങ്ങളിൽ പൊതു സ്വഭാവം, ഗാർഹിക സ്വഭാവം എന്നിങ്ങനെ 2 സ്വഭാവമുള്ളതുണ്ടായിരുന്നു. അതിൽ പൊതു യാഗങ്ങളിൽ രാജാവും ഗോത്രത്തിലെ സമൂഹവുമാണ് ഉൾപ്പെട്ടിരുന്നത്. അതേസമയം വ്യക്തികൾ അവരുടെ വീടുകളിൽ സ്വകാര്യ യാഗങ്ങൾ നടത്തിയതാണ് സ്വകാര്യ യാഗങ്ങളായിട്ട് അറിയപ്പെടുന്നത്. മൃഗബലി വളരെ വ്യാപകമായിരുന്നു കാലഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മൃഗങ്ങളെ കൊന്നിരുന്നത് ബലി നടത്താൻ മാത്രമായിരുന്നില്ല എന്നും സൂചന നൽകുന്നുണ്ട്.
അതുപോലെ പുരോഹിതന്മാർ അവരുടെ സേവനങ്ങൾക്ക് പകരമായി ദക്ഷിണയോ സമ്മാനമോ ഉപയോഗിച്ച് യാഗങ്ങൾ നടത്തിയിരുന്നു. പശുക്കൾ, സ്വർണം, വസ്ത്രങ്ങൾ, കുതിര എന്നിവയാണ് ദക്ഷിണയായിട്ട് ദാനം ചെയ്യപ്പെട്ട എന്നാണ് സാഹിത്യ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. പുരോഹിതന്മാർക്ക് ഒരു പ്രദേശം ദക്ഷിണയായിട്ട് നൽകിയതായിട്ട് ശതപഥ ബ്രാഹ്മണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ക്രമേണ അധികാരം അവരിലേക്ക് കൈയാളുന്നതിനുള്ള അല്ലെങ്കിൽ അവർ അധികാരം കൈയാളുന്നതിനുള്ളൊരു മാർഗമായിട്ട് പിൽക്കാലത്ത് മാറുകയുണ്ടായി. ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്രയാണ് അവരുടെ മതവിശ്വാസത്തെക്കുറിച്ച്. ഇനി ഫാമിലി സ്ട്രക്ചറാണ്. കുടുംബം കൂടുതൽ പുരുഷാധിപത്യമായിരുന്നു. ഗൃഹം ഒരു പ്രധാന യൂണിറ്റുമായി മാറി. ഗൃഹപതി വീട്ടിലെ വിഭവങ്ങൾ നിയന്ത്രിച്ചു. ഒരു മകൻ്റെ ജനനം ഒരു മകളുടെ ജനനത്തെക്കാൾ ശ്രേഷ്ഠമായതായിട്ട് കണക്കാക്കി. ഒരു മകൻ ജനിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം. മകൾ ജനിക്കുകയാണെങ്കിൽ അതൊരു മോശമായ കാര്യമായിട്ടാണ് കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. ഗോത്രങ്ങൾ വികാസം പ്രാപിച്ചു തുടങ്ങി. കാലക്രമേണ ഗോത്രം ഒരു പൊതുപൂർവികനിൽ നിന്നുള്ള വംശാവലിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ട്, അതായത് ഒരു ഗോത്രം അങ്ങനെ തന്നെ ഒരു വംശാവലിയുടെ പേരിൽ അറിയപ്പെടും. ആ വംശാവലിയിൽ വരുന്ന ആരാണെങ്കിലും അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു പൊതു പൂർവികൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഫാമിലിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അവരുടെ മാരേജ് സമ്പ്രദായത്തെക്കുറിച്ച്, വിവാഹ സമ്പ്രദായത്തെക്കുറിച്ച്. എൻഡോഗമിയാണ് അവർ പിന്തുടർന്നിരുന്നത്. അതായത് എന്താണ്, ഒരേ വർണ്ണങ്ങൾ തമ്മിലുള്ള വിവാഹം. അതാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായിട്ട് ഉണ്ടായിരുന്നത്. അതിനെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അനേകം പുതിയ നിയന്ത്രണങ്ങൾ വിവാഹ കാര്യത്തിൽ ഉണ്ടായി. ഉന്നത വർഗത്തിലുള്ള ആളുകൾ താഴ്ന്ന ജാതിയിലെ സ്ത്രീകളെ അവർ കല്യാണം കഴിക്കാം. എന്നാൽ താഴ്ന്ന ജാതിയിലുള്ള ഒരു പുരുഷന് ഉന്നത ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് അനുവാദവും ഉണ്ടായിരുന്നില്ല. ഇതിന് അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ എന്നൊക്കെ പേരിട്ട് വിളിക്കാറുണ്ട് കേട്ടോ. രാജാക്കന്മാർക്ക് ഒരേ സമയം നിരവധി ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ജാതി വ്യവസ്ഥയുടെ വികാസത്തോടെ സാമൂഹിക മാനദണ്ഡങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇത്രയാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പറയാറ്. ഇനി വിമണാണ്, സ്ത്രീകളുടെ അവസ്ഥയാണ്. സമൂഹം പുരുഷാധിപത്യമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മേധാവിത്വം ആർക്കായിരുന്നു? പുരുഷന് തന്നെയായിരുന്നു. ഇൻഡോളജിസ്റ്റായ സുകുമാരി ഭട്ടാചാര്യ പറയുന്നത് ഇക്കാലത്ത് സ്ത്രീകൾക്ക് വിവാഹം ഒരു ബാധ്യതയായിരുന്നു എന്നാണ്. അത്രയും പ്രയാസമാണ് സ്ത്രീകൾ അനുഭവിച്ചിരുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ടു. വീട്ടുജോലികളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി. സ്ത്രീകൾ ഒതുങ്ങിക്കൂടേണ്ടതായിട്ട് വന്നു. ബഹുഭാര്യത്വം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിലധികം സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭാര്യമാരായിട്ട് വെക്കാമായിരുന്നു. ഭർത്താവിനെ അനുസരിക്കുക എന്നതായിരുന്നു ഭാര്യയുടെ പ്രധാന കടമയായിട്ട് അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. സതി സമ്പ്രദായം ഉടലെടുത്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് സതി സമ്പ്രദായം നിലവിൽ വന്നത്. ഇനി ആശ്രമ ആൻഡ് എഡ്യൂക്കേഷനാണ്. 4 ആശ്രമങ്ങൾ, 4 ആശ്രമാസ്, 4 ആശ്രമങ്ങളും പിന്നെ വിദ്യാഭ്യാസവും. ആശ്രമങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങൾ അത് പിൽക്കാല വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ബ്രഹ്മചാരി, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് 4 ആശ്രമങ്ങൾ. അതിൽ ബ്രഹ്മചാരി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ജീവിത കാലഘട്ടമാണ്, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം. ഗൃഹസ്ഥം എന്ന് പറയുമ്പോഴോ വീട്ടുടമ, അതായത് കല്യാണം കഴിച്ചിട്ട് ഒരു വീടായിട്ട് താമസിക്കുന്ന ഒരു കാലഘട്ടം, വീട്ടുടമസ്ഥൻ എന്നാണ്. പിന്നെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഗികമായിട്ട് കുടുംബജീവിതത്തിൽ നിന്നൊക്കെ അങ്ങനെ വിരമിച്ച് പോരലാണ്, എന്നാൽ പൂർണ്ണമായിട്ട് പോരുന്നില്ല ആ രീതിക്ക്. സന്യാസം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിരമിക്കല, പിന്നെ വെറും സന്യാസ ജീവിതം മാത്രമാണ്. അതാണ് 4 ആശ്രമങ്ങൾ. ദ്വിജ അഥവാ 2 തവണ ജനിച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും. വൈശ്യവർണ്ണങ്ങളെ നിയുക്തമാക്കിയത് അവർ വെറും ജോലി ചെയ്തിട്ട് അധ്വാനം ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമായിട്ടാണ്. ഇവർക്കെല്ലാം വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നു. എന്നാൽ താഴ്ന്നവർക്ക്, അതായത് ശൂദ്രർക്ക് എന്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല? വിദ്യാഭ്യസിക്കുന്നതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഉപനയന ചടങ്ങോട് കൂടിയാണ് വിദ്യാരംഭം. അതായത് വിദ്യാരംഭ ചടങ്ങിന് വിളിക്കുന്ന പേരാണ് ഉപനയന ചടങ്ങ് കേട്ടോ എന്ന് പറയുന്നത്. അതുപോലെ ബ്രാഹ്മണ അധ്യാപകൻ്റെ വീട്ടിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നൽകിയിരുന്നത്. പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് വേദങ്ങൾ പഠിപ്പിക്കുന്നതിനായിരുന്നു. വേദങ്ങളാണ് ഈ ബ്രാഹ്മണരുടെ വീട്ടിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. വേദപഠനത്തിനാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം നൽകിയിരുന്നത്. ഇത്രയാണ് 5ാമത്തെ യൂണിറ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.